ഫ്രണ്ട്സ് എല്ലാവർക്കും ഒരിക്കൽ കൂടി MP ടോക്സിലേക്ക് സ്വാഗതം. ഞാൻ മുസ്തഫ പുഞ്ചപ്പാടം. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടതുപോലെ തന്നെ നമ്മുടെ ഫ്രീ റിവിഷൻ ക്ലാസ്സിന്റെ ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ അവസാനത്തെ ക്ലാസ് ആണ്, 5ാമത്തെ ക്ലാസ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ ഓൾറെഡി ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ 4 ക്ലാസ്, അതുപോലെ തന്നെ ആർട്ട് ആൻഡ് കൾച്ചറിന്റെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്, അത് ചെയ്തിട്ടുണ്ട്. നമ്മളത് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ നിങ്ങൾക്ക് ആ ലിങ്കിൽ MP ടോക്സ് അടിച്ചു കഴിഞ്ഞാൽ ഓരോ സബ്ജക്റ്റ് ആയിട്ട് കിട്ടും. ഇനി അതെല്ലാം പ്ലേ ലിസ്റ്റിൽ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഓരോ സബ്ജക്ട് വൈസ് ആയിട്ട് തന്നെ ക്ലാസ്സുകൾ അവിടെ അവൈലബിൾ ആണ്. കാണാത്ത ആളുകളുണ്ടെങ്കിൽ അത് കാണാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, വിട്ടുപോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ആൻഷ്യന്റ് ഹിസ്റ്ററി ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനുള്ളതിന്റെ ബാക്കി ടോപ്പിക്കുകളാണ്. ഹർഷവർദ്ധന മുതലാണ്. ആ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബ് ചാനൽ, നമ്മുടെ ടെലിഗ്രാം ചാനലിലൂടെയാണ് അയക്കുന്നത്. ടെലിഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്, ജോയിൻ ചെയ്യുക. എന്തെങ്കിലും ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ജോയിൻ ചെയ്യുന്നതിലുണ്ടെങ്കിൽ ഉള്ള നമ്പറുമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബന്ധപ്പെടാവുന്നതാണ്. 8590 നമ്മുടെ മെറ്റീരിയലിന്റെ കടിയിലൊക്കെ ഈ നമ്പർ ഉണ്ടല്ലോ, 8590840250 എന്നുള്ള നമ്പറിലോട്ട് ബന്ധപ്പെട്ട് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. നമ്മുടെ ആൻഷ്യന്റ് ഹിസ്റ്ററി കഴിഞ്ഞാൽ നമ്മൾ അടുത്ത തുടങ്ങാൻ പോകുന്ന മിഡീവൽ ഹിസ്റ്ററി ആയിരിക്കും. ഈ ഒരു മെറ്റീരിയൽസ് നിങ്ങൾക്ക് ക്ലാസ് കാണാനും അത് ടെസ്റ്റുകളൊക്കെ എഴുതുന്നതൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ ഉള്ള ഒരു ചെക്ക് ലിസ്റ്റ് പോലത്തെ PDF നമ്മൾ സ്ട്രാറ്റജി PDF അയച്ചിട്ടുണ്ട്. അതും ഗ്രൂപ്പിലുണ്ട്, കാണാത്ത ആളുകൾ നോക്കുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ഈ ഫ്രീ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് പഠിക്കുക. അതിന്റെ കൂടെ നിങ്ങൾക്ക് ഒരു മെന്റർ സഹായത്തോടു കൂടി പഠനം വ്യക്തമായ പ്ലാനിങ്ങും സ്ട്രാറ്റജിയോടും കൂടി മുന്നോട്ട് കൊണ്ടുപോയിട്ട് സിവിൽ സർവീസ്, KS പോലത്തെ എക്സാം നേടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇൻഡിവിജ്വൽ മെന്റർഷിപ്പ് 1-to-1 മെന്ററിംഗ് കൊടുക്കുന്നത് ഞാൻ ഡയറക്റ്റ് ആയിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഉള്ള നമ്പറുമായിട്ട് 8590840250 എന്നുള്ള നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാവുന്നതാണ്. വ്യക്തമായ പ്ലാനിങ്ങും സ്ട്രാറ്റജിയോടും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പഠനം കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങളെ സഹായിക്കുന്നതാണ്. അതുപോലെ തന്നെ PCM ക്ലാസ്സുകളുണ്ട്, താല്പര്യമുള്ളവർക്ക് ബന്ധപ്പെടാം. അപ്പൊ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ഹർഷവർദ്ധന. അപ്പൊ നമ്മൾ കഴിഞ്ഞ ദിവസം അതുവരെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി സൗത്ത് ഇന്ത്യയിലെ രാജാക്കന്മാരുടെ കാര്യങ്ങളാണ്. നമുക്ക് ഗുപ്ത വരെ നമ്മൾ അവസാനിച്ച് നിർത്തിയതാണ്. ഗുപ്തക്ക് ശേഷം ഇവിടെ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഈ സമയത്ത് സൗത്ത് ഇന്ത്യയിൽ എന്താണെന്ന് നോക്കാം. ഓക്കെ, നമുക്കറിയാം ഒരു വലിയ ഗുപ്ത എംപയർ ഡിക്ലൈൻ ആയപ്പോൾ, വലിയൊരു എംപയർ ഡിക്ലൈൻ ആകുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, ആ വേക്കത്തിലോട്ട് ഒരുപാട് ആളുകൾ ഉയർന്നു വരും. അങ്ങനെ ഉയർന്നു വന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ സൗത്ത് ഇന്ത്യയിൽ ആരൊക്കെയാ നോക്കാം. പിന്നെ ഒരുപാട് കിങ്ഡംസ് നോർത്ത് ഇന്ത്യയിൽ വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മുഖാരി ഡൈനാസ്റ്റി ഒക്കെ ഗംഗാ വാലിയിൽ വരുന്നുണ്ട്. ഹർഷവർദ്ധനെ അല്ലെങ്കിൽ അതിന്റെ പുഷ് ബ്യൂട്ടീസ് എന്ത് ചെയ്യുന്നുണ്ട്, വെസ്റ്റേൺ UP, ഈസ്റ്റേൺ പഞ്ചാബിലൊക്കെ വരുന്നുണ്ട്, കനൂജ് ക്യാപിറ്റൽ ആയിട്ട് കേട്ടോ. ഹർഷവർദ്ധന ഈ ഒരു നോർത്തിൽ തന്നെ വരുന്ന UP റീജിയനിലൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ശശാങ്ക് ഡൈനാസ്റ്റി വരുന്നുണ്ട്. ഓക്കെ, ഏകദേശം ബംഗാൾ റീജിയനിലൊക്കെയാണ് അവർ റൂൾ ചെയ്യുന്നത്. സൗത്തിലേക്ക് നോക്കുകയാണ് ബഗാഡകാസ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, പ്രധാനമായിട്ടുണ്ടായിരുന്നത്. അവർ ഗുപ്തന് കണ്ടംപററീസ് ആയിരുന്നു. ചാലുക്യാസ് ഓഫ് ബദാമി അവരൊക്കെ റൂൾ ചെയ്യുന്നുണ്ട് ഡെക്കാൻ റീജിയനിലൊക്കെ. പല്ലവ ഓഫ് കാഞ്ചി, ഇങ്ങനെ റൂളേഴ്സ് ആണ് പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, സൗത്ത് ഇന്ത്യ ആ സമയത്ത് ഭരിക്കുന്നതായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കാണാൻ പറ്റുക. ഓക്കെ, അതിൽ വരുന്ന പ്രധാനപ്പെട്ട ഡൈനാസ്റ്റിയാണ് പുഷ് ബ്യൂട്ടി ഡൈനാസ്റ്റി. ഇവരെ കുറിച്ച് നമുക്ക് ഓരോന്നും എവിടുന്നേലും അവരെ കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്ന നമുക്ക് നോക്കുന്നുണ്ടായിരുന്നല്ലോ. വിവരങ്ങൾ കിട്ടുന്ന പ്രധാനമായിട്ടും ഹുയാങ് സാങ്ങിന്റെ ട്രാവൽ അക്കൗണ്ട് ആണ്. ഓക്കെ, CUK നോക്കി. ഓക്കെ, അതുപോലെ തന്നെ ബാണഭട്ടന്റെ അർഷചരിത, ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ, ഇതൊക്കെയാണ് പുലിഗേഷനാണ്. പുലിഗേഷൻസ് ഒക്കെയാണ് ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ വരുന്നത്. ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമുക്ക് ഇവരെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിക്കുന്നത്. അത് കൂടാതെ മധുബാൻ, സോനാപട്ട് ഇൻസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അർഷന്റെ ക്രോണോളജിക്ക് അതിൽ പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ ഒറിജിനലി പുഷ് ബ്യൂട്ടീസ് എന്ന് പറയുന്നത് ഈ ഫ്യൂഡൽ പ്രഭുക്കന്മാരായിരുന്നു ഗുപ്ത കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അവര് പിന്നീട് എന്ത് ചെയ്യാണ്, ഗുപ്ത ഒന്ന് വീക്കായപ്പം സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യാണ്, ആ ഒരു ഇതിൽ അവർ ഉയർന്നു വരികയാണ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിൽ ഒരുപാട് റൂളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. ആദിത്യ വർദ്ധനൊക്കെ പ്രധാനപ്പെട്ട റൂളറാണ്. ഹർഷവർദ്ധനൊക്കെ അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റൂളറാണ് ഹർഷവർദ്ധൻ എന്ന് പറയുന്നത്. 606 CE മുതൽ 647 വരെ ഭരിക്കുന്നതാണ് ഹർഷവർദ്ധന്റെ കാലം. കനൂജ് എന്ന് പറയുന്ന എന്ത് ചെയ്യും, ഹർഷവർദ്ധൻ എന്ത് ചെയ്യുന്നുണ്ട്, കോങ്കർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ ശശാങ്ക് ഗൗഡ കിങ്കത്തൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അറ്റാക്ക് ചെയ്യുന്നുണ്ട് വെസ്റ്റ് ബംഗാളിലൊക്കെ. പിന്നെ അതുപോലെ തന്നെ അതൊക്കെ അദ്ദേഹം ഒരു പരിധി വരെ പിടിച്ചേക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഗുജറാത്തിലേക്കൊക്കെ വരുന്നുണ്ട്. അദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ഉത്തര പദാന്ത എന്നുള്ള കേട്ടോ, അല്ലെങ്കിൽ ഉത്തര പദാപതി എന്നുള്ള ലോർഡ് ഓഫ് നോർത്ത് ഇന്ത്യ എന്നുള്ള പിന്നെ ടൈറ്റിലൊക്കെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, സ്വയം സ്വീകരിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ സൗത്ത് വേൾഡിലൊക്കെ അദ്ദേഹം മാർച്ച് ചെയ്യുന്നുണ്ട്. മൽവ റീജിയനിലൊക്കെ അദ്ദേഹം കോങ്കർ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നർമ്മദ പുലിഗേഷനാണ് ബാറ്റിൽ ഓഫ് നർമ്മദയിൽ എന്ത് ചെയ്യുന്നത്, ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ,
പിന്നെ പുലികേശിനാണ് അദ്ദേഹം ഡിഫീറ്റ് ചെയ്യുന്നത് നർമ്മദയിൽ വെച്ചിട്ടോ. പിന്നെ അതുപോലെ തന്നെ ഹർഷവർദ്ധൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് യാങ്സാങ് പോലത്തെ ഒരുപാട് പേഴ്സണാലിറ്റീനെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹം ബുദ്ധിസ്റ്റ് ഇതിലേക്ക് വരുന്നുണ്ട്. ബുദ്ധിസ്റ്റ് അസംബ്ലി കനൂജിൽ എന്ത് ചെയ്യുന്നില്ല, അദ്ദേഹത്തിന്റെ ചെയർമാൻഷിപ്പിലാണ് നടക്കുന്നത്, ഹർഷന്റെ ചെയർമാൻഷിപ്പിലാണ്. പിന്നെ ഹിയാങ്സാങ്ങിന്റെ പുസ്തകത്തിൽ ഇദ്ദേഹത്തെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്, അതും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അതൊക്കെയാണ് ഹർഷനെ കുറിച്ച് പ്രധാനമായിട്ടും അറിയേണ്ട കാര്യങ്ങൾ. ഈ സമയത്ത് ഹർഷവർദ്ധനെയും സദൻ ഡൈനാസ്റ്റീസിന്റെ ഒക്കെ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ, പിന്നെ ഒരു ഗുപ്താന്റെ ഇപ്പൊ തൊട്ട് മുമ്പ് ഒരു വലിയ എംപയറിനെ അതിന്റെ അതേ ലൈനിലായിരിക്കും ഇവരും ഭരിക്കുക. ഗുപ്തന്റെ അതേ രീതിയിലാണ് ഭരിക്കുന്നത്. ബേസിക് യൂണിറ്റി എന്ന് പറയുന്നത് വില്ലേജ് ആയിരുന്നു, ഒരുപാട് ഓഫീസസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ കിങ്ങിന് ഹെറിഡിറ്ററി ആയിട്ട് മാറുന്നുണ്ട് പല ഇതും. പിന്നെ അതുപോലെ തന്നെ ഒരാൾക്കാരെ ഒന്നിൽ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓഫീസൊക്കെ ഉണ്ടായിരുന്നു, അറിഞ്ഞിരിക്കാം. പിന്നെ കുമാരാമാത്യ അങ്ങനെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. സംഗ്രഹ വിഗ്രഹിക എന്നൊക്കെ പറയുന്നത്. പിന്നെ ശ്രേഷ്ഠി മർച്ചന്റിന്റെ ചീഫിനെ പറയുന്ന പേരാണ്. പിന്നെ അതുപോലെ തന്നെ സാർത്തോവഹ എന്ന് പറയുന്ന മർച്ചന്റ് ഇതാണ്. അങ്ങനത്തെ കുറച്ച് ഓരോ ഓഫീസ് പോസ്റ്റിന്റെയും ചില പേരുകളൊക്കെ ജസ്റ്റ് നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും, അറിഞ്ഞിരിക്കുക. പിന്നെ എക്കണോമിക് കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, 1/6 പ്രൊഡ്യൂസ് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നെ പല ടാക്സുകൾ ഇമ്പോർട്ടിലും ഇൻകത്തിലും കാര്യങ്ങളൊക്കെ ടാക്സ് ഈടാക്കിയിരുന്നു, അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ ഈ സമയത്ത് ട്രേഡ് ഡിക്ലൈൻ ആവുന്ന ഒരു അവസ്ഥയാണ് കാണാൻ പറ്റുക. സൊസൈറ്റിയിൽ പറയുന്നുണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് കാസ്റ്റ് ഉണ്ടായിരുന്നു, സബ് കാസ്റ്റും അൺടച്ചബിൾസും ഒക്കെ ഉണ്ടായിരുന്നു പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പക്ഷെ എന്ത് ചെയ്യുന്നില്ല, ഫോഴ്സ് ലേബർ അദ്ദേഹം കാണപ്പെട്ടിട്ടില്ല എന്നാണ് ആദ്യം പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീകളുടെ സ്ഥാനം വീണ്ടും കുറയുന്നുണ്ട്, വിഡോ റീമാരേജ് അലൗഡ് ആയിരുന്നില്ല, സതി ഡൗറി സിസ്റ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. റിലീജിയൻ നോക്കുകയാണെങ്കിൽ ഹർഷവർദ്ധന എന്ന് പറയുന്നത് സെക്യുലർ കിങ് ആയിരുന്നു, എല്ലാ റിലീജിയനും ഇവിടെ അലോ ചെയ്തിരുന്നു അറിഞ്ഞിരിക്കാം. ഹർഷവർദ്ധൻ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ശിവന്റെ ഡിമോട്ടി ആയിരുന്നു തുടക്കത്തിൽ. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ബുദ്ധിസത്തിലോട്ട് പോകുന്നുണ്ട്, മഹായാന ബുദ്ധത്തിലാണ് അദ്ദേഹം പിന്നീട് പോകുന്നത് കേട്ടോ. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് അല്ലെങ്കിൽ ആർട്ട് ആൻഡ് കൾച്ചർ ഒക്കെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, ആർട്ട് ആൻഡ് ലിറ്ററേച്ചർ അദ്ദേഹം നന്നായിട്ട് പാറ്റർണൈസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ബാണഭട്ടനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം പാറ്റർണൈസ് ചെയ്ത സ്കോളേഴ്സിൽ വരുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആളുകളാണ്. പിന്നെ അതുപോലെ തന്നെ ബാണഭട്ടൻ തന്നെ എഴുതിയ ആൾ, അദ്ദേഹം തന്നെ റൈറ്റിംഗ്സ് ഉണ്ട്. ബാണഭട്ടന്റെ റൈറ്റിംഗ്സ് ആണ് ഹർഷചരിത, കദംബരി ഒക്കെ നോക്കി വെക്കണേ. ഹർഷൻ തന്നെ ഒരു പോയറ്റ് ആയിരുന്നു. നാഗനന്ദ, രത്നാവലി ഇതൊക്കെ അദ്ദേഹം എഴുതിയാണ്. പ്രിയദർശിക അറിഞ്ഞിരിക്കുക. അതൊക്കെയാണ് ഹർഷയുമായി ബന്ധപ്പെട്ട് അറിയേണ്ട കാര്യങ്ങൾ. പിന്നെ ആ സമയത്ത് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന മറ്റൊരു കിണ്ടാണ് പല്ലവ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ അശോകന്റെ ഇൻസ്ക്രിപ്ഷനിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, പല്ലവാസിനെ കുറിച്ച് പറയുന്നുണ്ട്. പല്ലവ കാഞ്ചി, മഹാബലിപുരം, മാമല്ലപുരം ഒക്കെയാണ് അതിന്റെ ക്യാപിറ്റൽ ആയിട്ടാണ് ഭരിക്കുന്നത്. പല്ലവ സൗത്ത് ഇന്ത്യയിൽ വരുന്നതാണ്. പല്ലയിൽ ഒരുപാട് റൂളേഴ്സ് ഉണ്ട്. അതിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റൂളാണ് മഹേന്ദ്രവർമ്മൻ ഫസ്റ്റ്. ഓക്കെ. ചാലൂക്യ കിങ് ആയിട്ടുള്ള പുലികേശൻ സെക്കൻഡിനെ തോൽപ്പിച്ചാണ് ആദ്യം ഇവിടെ ഇത് സ്ഥാപിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ മണ്ഡക ഇൻസ്ക്രിപ്ഷനിൽ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹത്തെ കുറിച്ച് നമുക്ക് ഇത് റോക്കറ്റ് ടെമ്പിൾസിലൊക്കെ ഇത് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ. പെയിന്റിങ്ങും മ്യൂസിക്കും കാര്യങ്ങളൊക്കെ അദ്ദേഹം എന്താക്കിയിരുന്നു അറിഞ്ഞിരിക്കാം. പിന്നെ മറ്റൊരു ആ റൂളറാണ് നരസിംഹവർമ്മൻ ഫസ്റ്റ്. നമ്മളിപ്പം ടെമ്പിൾ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട് ഞാൻ പല്ലവ ആർക്കിടെക്ചർ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു, അപ്പൊ ഇവരൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും. ചാലൂക്യ കിങ് പുലികേശൻ സെക്കൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് ഖുറാം കോപ്പർ പ്ലേറ്റ് ഇൻസ്ക്രിപ്ഷനിൽ നമുക്ക് കാണാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ടൈറ്റിൽ ഓഫ് മാമല്ല, ഗ്രേറ്റ് റെസ്ലർ എന്നുള്ള അദ്ദേഹം ടൈറ്റിലൊക്കെ അദ്ദേഹം എടുക്കുന്നുണ്ട്. മാമല്ലപുരം അദ്ദേഹമാണ് ഫൗണ്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ വെട്ടബി കൊണ്ട കേട്ടോ, അങ്ങനെ ഒരു ടൈറ്റിൽ അദ്ദേഹം എടുക്കുന്നുണ്ട്. പിന്നെ ശ്രീലങ്കയിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം എക്സ്പെഡിഷൻസ് അയക്കുന്നുണ്ട് എന്ന് അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ അദ്ദേഹത്തിന്റെ സമയത്താണ് എന്ത് ചെയ്യുന്നത്, ബുദ്ധി സ്ട്രോങ് ആയിട്ടുള്ള ഹുയാങ്സാങ് ഇവിടെ വിസിറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റൊരു റൂളറാണ് നരസിംഹവർമ്മൻ സെക്കൻഡ്, രാജസിംഹ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, അറിഞ്ഞിരിക്കാം. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, ചൈനയിലേക്കൊക്കെ എംബസിനൊക്കെ അയക്കുന്നുണ്ട്. ഷോർ ടെമ്പിള്, കൈലാസനാഥ് ടെമ്പിൾ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ടാക്കിയത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലാണ്, ഇമ്പോർട്ടന്റ് ആണ്, അറിഞ്ഞിരിക്കുക. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ദന്തി സാൻസ്ക്രിറ്റ് സ്കോളർ ആണ്, അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിൽ ഉണ്ടായിരുന്ന ഒരു സ്കോളറാണ്. പിന്നെ അതുകൂടാതെ നന്ദിവർമ്മനും ഒക്കെ ആളുകളൊക്കെ ഉണ്ട്. ശിവരാണ് ഫേമസ് ആയിട്ടുള്ള ആളുകൾ. ഇവരുടെ അഡ്മിനിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, പിന്നെ ഒന്നെന്ന് പറയുന്നത് അഗ്രികൾച്ചറും സീ ട്രേഡ് ഒക്കെ അവർ പ്രൊമോട്ട് ചെയ്തിരുന്നു. അതിലൂടെ ഇൻകം രാജ്യത്തിന് കിട്ടിയിരുന്നു.
പിന്നെ അതുപോലെ തന്നെ പല്ലവ കിങ്ഡംസ് ഡിവൈഡ് ചെയ്ത് കോട്ടംസ് ആയിട്ടാണ് ആയി. അതുപോലെ തന്നെ ബ്രാഹ്മിൺസിനൊക്കെ ലാൻഡ് ഒക്കെ കൊടുത്തിരുന്നു. അതിനെ നമ്മൾ പറയുന്ന ബ്രഹ്മദേയ എന്ന് പറയും. പിന്നെ അതുപോലെ തന്നെ ദേവദാന കൊടുത്തിരുന്നു. അതൊക്കെ എന്ത് ചെയ്യുന്നു, ടാക്സേഷന് ഫ്രീ ആയിരുന്നു, അറിഞ്ഞിരിക്കാം. പിന്നെ ഗ്രൂപ്പ് ഓഫ് വില്ലേജിന് അറിയപ്പെടുന്ന നാടു എന്നാണ്. അതുപോലെ തന്നെ ഗ്രൂപ്പ് ഓഫ് നാടിന് അറിയപ്പെടുന്ന നഗരം എന്നാണ്. ഗ്രൂപ്പ് ഓഫ് നഗരത്തെ അറിയപ്പെടുന്ന മണ്ഡലം എന്നാണ്, അറിഞ്ഞിരിക്കുക. ഏറ്റവും ഇത് നോൺ ബ്രാഹ്മിൻസ് അതുപോലെ തന്നെ ലാൻഡ് ഓണേഴ്സ് ഒക്കെ അസംബ്ലീസ് ഉണ്ടായിരുന്നു, അതിനെ പറയുന്ന ഊർ എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. പിന്നെ സൊസൈറ്റിയിൽ നോക്കുകയാണെങ്കിൽ കാസ്റ്റ് സിസ്റ്റം അപ്പോഴും ഉണ്ടായിരുന്നു. ഫോർഫോൾഡ് കാസ്റ്റ് സിസ്റ്റം റിജിഡ് ആയിരുന്നു. ബ്രാഹ്മണാസ് ആയിരുന്നു ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നത്. ഭക്തി മൂവ്മെന്റ് ഈ സമയത്താണ് ഉണ്ടാവുന്നത്. പലവരുടെ കാലത്തിൽ പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. ശൈവ വൈഷ്ണവയ്ക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ശൈവ ഭക്തി, ശിവ വിഷ്ണു ഭക്തി ഇതൊക്കെ. പിന്നെ അതുപോലെ തന്നെ ശൈവ ഇവര് അറിയപ്പെടുന്ന നായനാർസ് എന്നാണ്. നമുക്ക് നായനാർസ് പഠിക്കാണ്ട്, സുന്ദരാറും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നായനാർസാണ്. പിന്നെ വൈഷ്ണവ ഇതിനെ പ്രൊമോട്ട് ചെയ്ത ആളുകൾ അൽവാർസ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, പെരയുകളൊക്കെ അണ്ടാളൊക്കെ നോക്കി വെക്കുക. പിന്നെ അതുപോലെ തന്നെ പല്ലവ പീരീഡ് എന്ത് ചെയ്യുന്നുണ്ട്, ശൈവിസും വൈഷ്ണവിസും ഒക്കെ ഉയർന്നു വരുന്നതിനും ജൈനിസത്തിന്റെ ഒക്കെ ഡിക്ലൈനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സമയത്ത് കാണാൻ പറ്റും. ജൈനിസ്റ്റിന്റെ ബുദ്ധിസ്റ്റിന്റെ ഒക്കെ. പിന്നെ ലിറ്ററേച്ചറും ആർട്ടും ആർക്കിടെക്ചർ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ സമയത്ത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ വരുന്ന ഏതൊക്കെയാണ്, കാഞ്ചി എഡ്യൂക്കേഷന്, കൾച്ചറിന്, ട്രേഡ് ഒക്കെ സെന്റേഴ്സ് ആയിട്ട് മാറുന്നുണ്ട്. തമിഴ് ലാംഗ്വേജ് ഇമ്പോർട്ടൻസ് കിട്ടുന്നുണ്ട്. ഒരുപാട് റൈറ്റിംഗ്സ് ആ സമയത്ത് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ പെരിയ പുരാണാസ്, കളക്ഷൻ ഓഫ് സോങ്സ് ഒക്കെ വരുന്നതാണ്. പിന്നെ 4000 ദിവ്യപ്രബന്ധം, ഈ ഒരു ഭക്തിസും സൂഫിസവുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന ഒരുപാട് റൈറ്റിംഗ്സ് ആണ്, സോങ്സ് വരുന്നതാണ്. പിന്നെ ദ്രവീഡിയൻ ആർക്കിടെക്ചർ, ടെമ്പിൾ ആർക്കിടെക്ചർ ഒക്കെ അതിന്റെ പീക്കിൽ എത്തുന്നുണ്ട്. പല്ലവ സമയത്ത് പ്രധാനമായിട്ട് 4 സ്റ്റൈലാണ് വരുന്നത്. ഒന്ന് മഹേന്ദ്രവർമ്മയുടെ ഫസ്റ്റ് ഉണ്ടാവുന്നത് റോക്കട്ട് ടെമ്പിൾസ് ഉയർന്നു വരുന്നുണ്ട്. രണ്ടാമത്തെ അതിന് മണ്ഡപാസ് ഒക്കെ ഉണ്ടായിരുന്നു. രണ്ടാമത്തെ എന്ന് പറയുന്നത് എന്താണ്, നരസിംഹവർമ്മൻ ഫസ്റ്റിന്റെ സമയത്താണ് മണ്ഡപ ഇമ്പോർട്ടന്റ് ആയിട്ട് ബിഗ്ഗർ ആയിട്ട് മാറുന്നുണ്ട്. മഹാബലിപുരം ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമ്പിൾസ് ആയിട്ട് പറയാൻ പറ്റും. പിന്നെ തേർഡ് രാജസിംഹന്റെ സമയത്താണ് ഫ്രീ സ്റ്റാൻഡിങ് സ്ട്രക്ചറൽ ടെമ്പിൾസ് ഒക്കെ വരുന്ന ഈ സമയത്താണ്. പിന്നെ നാലാമത്തെ നന്ദിവർമ്മന്റെ സമയത്താണ് ഇവിടെ ഒന്നും ടെമ്പിളിന് എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലൈനിങ് സ്റ്റേജ് ആണ് കാണാൻ പറ്റും. പിന്നെ ചിത്രവാസൽ പെയിന്റിങ്, ദക്ഷിണ ചിത്ര, അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു സമയത്ത് ഡെവലപ്പ് ആവുന്ന കാര്യങ്ങളാണ്. അതൊക്കെ പല്ലവാസുമായി ബന്ധപ്പെട്ട അറിഞ്ഞിരിക്കാം. പിന്നെ ഇവിടെ വരുന്ന റൂളറാണ് ചാലൂക്യാസ്. 535 മുതൽ 1190 വരെയൊക്കെ ഉണ്ടാവുന്നതാണ്. പുലികേശൻ ഫസ്റ്റ് ആണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. തെക്കൻ റീജിയൻ ആണ്. 6th 12th സെഞ്ചുറി കാലഘട്ടത്തിലാണ്. ക്യാപിറ്റൽ ബദാമി ആയിരുന്നു, വറ്റബി. പിന്നെ പുലികേശൻ മണ്ണ് എന്ത് ചെയ്യുന്നത്, അശ്വമേധ സാക്രിഫൈസ് നടത്തുന്നുണ്ട്, രാജ്യാധികാരം ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയൊക്കെ. പിന്നെ അതുപോലെ തന്നെ സെയിം ഫാമിലി ആൾസോ റൂൾ ഫ്രം വെങ്കി, കല്യാണി ഒക്കെ ഉണ്ടായിരുന്നു പിന്നീട്. പിന്നെ അതുപോലെ തന്നെ പല്ലവാസ് ആയിട്ട് ഒരുപാട് സ്ട്രഗിൾസ് ഈ സമയത്ത് വരുന്നുണ്ട്. അപ്പൊ നേരത്തെ നമ്മൾ പുലികേശൻ 2 ആയിട്ടും 1 ആയിട്ടൊക്കെ ഡിഫീറ്റ് ചെയ്തു നമ്മൾ പറഞ്ഞല്ലോ. പുലികേശൻ 2 ആണ് ഒരു പ്രധാനപ്പെട്ട ഒരു റൂളർ. അദ്ദേഹത്തിന് ഐഹോൾ ഇൻസ്ക്രിപ്ഷനിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഒരു മോസ്റ്റ് ഇമ്പോർട്ടന്റ് റൂളറാണ് ഈ ഡൈനാസ്റ്റിയിൽ വരുന്നത്. രവികീർത്തി അദ്ദേഹത്തിന്റെ പോയറ്റ് ആയിരുന്നു, അറിഞ്ഞിരിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഐഹോൾ ഇൻസ്ക്രിപ്ഷൻ അദ്ദേഹമാണ് കമ്പോസ് ചെയ്യുന്നത്. പിന്നെ ജെയിൻ ആണ്. പുലികേശൻ എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫീറ്റഡ് ഹർഷവർദ്ധന. അദ്ദേഹത്തിന്റെ ഹർഷന് സൗത്തിലേക്ക് വരുന്നത് തടഞ്ഞു നിർത്തുന്നത് ഈ പുലികേശൻ സെക്കൻഡ് ആണ്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്, കടംബാസ് ഓഫ് ബനവാസിനെയും കൂടി ഡിഫീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഗംഗസ് ഓഫ് മൈസൂരിനൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ഇതാക്കുന്നുണ്ട്, അറിഞ്ഞിരിക്കാം. പുലികേശൻ എന്ത് ചെയ്യുന്നുണ്ട്, വിക്ടോറിയസ് ആയിട്ട് മാറുന്നുണ്ട് അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സ്ട്രഗിളിൽ. പിന്നെ അതുപോലെ തന്നെ പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിഫീറ്റഡ് ബൈ ദ നരസിംഹവർമ്മൻ ഫസ്റ്റ്. ഓക്കെ, ഒറ്റബിക്കൊണ്ട പല്ലവാസ് അദ്ദേഹത്തെ തോൽപ്പിക്കുന്നുണ്ട് പിന്നീട്. പിന്നെ അതുപോലെ തന്നെ അദ്ദേഹം വട്ടബി ബദാമി ക്യാപ്ചർ ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ പുലികേശൻ സെക്കൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, അംബാസിഡേഴ്സിനെ പേർഷ്യൻ കിങ്ങിലേക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, അയക്കുന്നുണ്ട്, ഖുസ്രോവിലേക്ക്. ഇപ്പോൾ ഹുയാങ്സാങ് ബുദ്ധിസ്റ്റ് പിൽഗ്രിം ആണ്, ചൈനയിൽ നിന്ന് പറഞ്ഞ അദ്ദേഹത്തിന് ചാലൂക്യ കിങ്ഡം എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത്, പുലികേശൻ സെക്കൻഡ് സമയത്താണ് ഹുയാങ്സാങ് വിസിറ്റ് ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ചോദ്യം വരാറുണ്ട്. പിന്നെ വിക്രമാദിത്യ 1 ഉണ്ട്, പുലികേശൻ 1 എന്ത് ചെയ്യുന്നുണ്ട്, സക്സീഡ് ബൈ ദ വിക്രമാദിത്യ 1. പിന്നെ അതുപോലെ തന്നെ വിക്രമാദിത്യ സെക്കൻഡ് വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു പ്രോസ്പെറസ് റെയിൻ ആണ് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ഉണ്ടാവുന്നത് കേട്ടോ. പിന്നെ കീർത്തിവർമ്മൻ വരുന്നുണ്ട്, ലാസ്റ്റ് റൂളറാണ് ചാലൂക്യാസ്. പിന്നെ അതുപോലെ തന്നെ പിന്നീട് അവർ അദ്ദേഹത്തെ തോൽപ്പിച്ച രാഷ്ട്രകൂട ഡൈനാസ്റ്റിയാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഒരു അഡ്മിനിസ്ട്രേഷൻ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, സെൻട്രലൈസ്ഡ് ആയിരുന്നു. ചോളാസ് പല്ലവ പോലെ ആയിരുന്നില്ല, സെൻട്രലൈസ്ഡ് ആയിരുന്നു ഉണ്ടായിരുന്നു, അറിഞ്ഞിരിക്കുക. ഗ്രേറ്റ് നേവൽ ഫോഴ്സ് ഒക്കെ അവർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ എക്കോണമി നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, റോക്കി ആൻഡ് ഇൻഫെർട്ടൈൽ ലാൻഡ് ആണ് ഇവർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതുപോലെ തന്നെ ട്രേഡിന്റെ ഡിക്ലൈൻ ഈ സമയത്ത് കാണാൻ പറ്റും. പിന്നെ റിലീജിയൻ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ടും ബ്രാഹ്മണിസ് ആയിരുന്നു. മറ്റുള്ളവരെയും കൂടി എന്ത് റെസ്പെക്ട് ചെയ്തിരുന്നു, അറിഞ്ഞിരിക്കാം.
പിന്നെ ലിറ്ററേച്ചർ ആർട്ടും ആർക്കിടെക്ചറും എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് ഡെവലപ്പ് ആവുന്നുണ്ട്. ചാലൂക്യ പ്രാകൃത് ലാംഗ്വേജിന് കോൺട്രിബ്യൂഷൻ ഒരു ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ലിറ്ററേച്ചർ. അജന്ത ആർട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഈ സമയത്ത് വീണ്ടും ഉണ്ടാവുന്നുണ്ട്. ഒരുപാട് ഇൻസ്ക്രിപ്ഷൻസ് വരുന്നുണ്ട് ഐഹോള്, ബദാമി, പട്ടടക്കലൊക്കെ. പിന്നെ അജന്ത കേവ് പെയിന്റിംഗ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. എല്ലോറയിലും നാസിക്കിലൊക്കെ ഉള്ളത് കേവ് ടെമ്പിൾസ് ഒക്കെ ഈ സമയത്ത് ഉണ്ടാവുന്നതാണ്. പിന്നെ ഒരുപാട് റോക്കറ്റ് ടെമ്പിൾസ് വരുന്നുണ്ട്. ചൈത്യാസും ബിഹാരാസ് ഒക്കെ ഇവരുണ്ടാക്കുന്നുണ്ട് ജെയിൻസിനൊക്കെ വേണ്ടി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്സ് ഉണ്ട്. ഒരുപാട് ടെമ്പിൾസ് ഉണ്ട്. 10 ടെമ്പിൾസ് വരുന്നുണ്ട് കേട്ടോ, അറിഞ്ഞിരിക്കാം. ബബന്ത ടെമ്പിൾ നഗര സ്റ്റൈലില്. പിന്നെ അതുപോലെ തന്നെ സംഗമേശ്വര ടെമ്പിൾ വരുന്നുണ്ട്. വിരൂപാക്ഷ ടെമ്പിൾ ദ്രാവിഡൻ സ്റ്റൈലിൽ വരുന്നതാണ്. അതൊക്കെ ഇവരുടെ കാലഘട്ടത്തിൽ ഉണ്ടാവുന്ന എക്സാമ്പിൾസ് ആണ്. നമ്മൾ ജസ്റ്റ് ഇന്ന് പറഞ്ഞത് സൗത്ത് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന കുറച്ച് ആളുകളും ഗുപ്തക്ക് ശേഷം നോർത്ത് ഇന്ത്യയിൽ ഹർഷവർദ്ധനന്റെ കാലഘട്ടം, ഇതിനിടയിൽ ചാലൂക്യാസും അതുപോലെ തന്നെ പുലികേശിന്റെ ഇതിൽ വരുന്ന ചാലൂക്യാസ്, അതുപോലെ തന്നെ പല്ലവാസ്. ഇവരെ കുറിച്ച് ജസ്റ്റ് അവരുടെ പൊളിറ്റിക്കൽ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കുക. അതോടുകൂടി ആൻഷ്യന്റ് ഹിസ്റ്ററിയുടെ അവസാനിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ് മുതൽ മിഡീവൽ ഹിസ്റ്ററി തുടങ്ങും. ആൻഷ്യന്റ് ഹിസ്റ്ററി പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകുന്നതാണ് കേട്ടോ. അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ എടുത്ത് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പൊ അത് നന്നായിട്ടൊന്ന് വായിക്കുക. ഇതിന്റെ കൂടെ നിങ്ങൾ വായിക്കുന്ന സ്റ്റാൻഡേർഡ് ബുക്കും കൂടി ഒന്ന് വായിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ശരി. ബാക്കി നമുക്ക് മിഡീവൽ ഹിസ്റ്ററി അടുത്ത ക്ലാസ്സിൽ നോക്കാം.